നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നവഗ്രഹങ്ങളിൽ പെട്ട ചന്ദ്രനെ കുറിച്ചാണ്. പ്രധാനപ്പെട്ട ഒരു പ്ലാനറ്റാണ്. നവഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാണ് ചന്ദ്രൻ. ഭൂമിയെ വളരെ അടുത്ത് നിൽക്കുന്നത് ഒരു ഗ്രഹമാണ്. അത് ചന്ദ്രന്റെ വൃദ്ധി ക്ഷയങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ചന്ദ്രന്റെ ആകർഷണത്തിൽ ഭൂമിയിൽ പല മാറ്റങ്ങളും വരുന്നുണ്ട്. ഈ വേലിയേറ്റം, വേലിയിറക്കം, അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ ചന്ദ്രന്റെ ആകർഷണത്തിന് വിധേയമായിട്ടാണ്. അപ്പോൾ ചന്ദ്രന് ഭൂമിയിലുള്ള സർവ വസ്തുക്കളിലും ഒരു നല്ല സ്വാധീനം, ഡയറക്റ്റ് സ്വാധീനമുള്ള ഒരു ഗ്രഹമാണ്. അപ്പോൾ ഈ ജ്യോതിശാസ്ത്രത്തിൽ ചന്ദ്രന് വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഈ 12 രാശികൾ, അത് ഈ രാശികളിൽ ചന്ദ്രനും സൂര്യനും രാജാവും രാജ്ഞിയുമായിട്ടാണ് സങ്കല്പിക്കുന്നത്. രാജ്ഞിയായ ചന്ദ്രൻ 6 മണ്ഡലങ്ങളെ സ്വാധീനിക്കുന്നു. അതിലൊന്ന് സ്വന്തം ഏറ്റെടുത്തു കർക്കിടകം, ബാക്കി മിഥുനം, എടവം, മേടം, മീനം, കുംഭം, ഇങ്ങനെ 6 രാശികൾ ചന്ദ്രൻ മറ്റുള്ള ഗ്രഹങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നു, അവരെ സ്വാധീനത്തിൽ കൊടുക്കുന്നു. അതുപോലെ തന്നെ സൂര്യനും ചെയ്യുന്നു. ചിങ്ങം രാശി സൂര്യന്റെ സ്വന്തം രാശിയാക്കി, ബാക്കി കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, ഈ രാശികൾ സൂര്യനും മറ്റ് ഗ്രഹങ്ങൾക്ക് കൊടുക്കുന്നു. അങ്ങനെ ആ ഒരു രാശിചക്രം അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യണം. ഇവിടെ ചന്ദ്രൻ വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം ഒന്ന്, മനസ്സിൻ്റെ കാരകനാണ് ചന്ദ്രൻ. ആത്മകാരകൻ സൂര്യൻ, മനസ്സിൻ്റെ കാരകൻ ചന്ദ്രനുമായിട്ടാണ് പറയുന്നത്. ഇത് രണ്ടുമാണ് ജീവന്റെ ഫണ്ടമെൻ്റൽ ആയിട്ട് വരുന്നത്. ആ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത കാലത്തോളം മനുഷ്യൻ്റെ നിലനിൽപ്പ് തന്നെ ഒരു ചോദ്യചിഹ്നമായി മാറും. അപ്പം മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കണം, അത് ചന്ദ്രനിൽ കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചന്ദ്രൻ്റെ ജാതകത്തിലുള്ള പൊസിഷൻസ്, സ്ഥാനങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അതിനെ പഠിക്കേണ്ടത്. കാരണം ചന്ദ്രൻ ഈ കാലപുരുഷന്റെ 4ാമത്തെ ഹൗസാണ്, കർക്കിടകം, ക്യാൻസർ. അത് അമ്മയുടെ സ്ഥാനമാണ്, സ്നേഹത്തിൻ്റെ സ്ഥാനമാണ്, ബന്ധത്തിൻ്റെ സ്ഥാനമാണ്, വീടിൻ്റെ സ്ഥാനമാണ്. അങ്ങനെ നമ്മുടെ സുഖസ്ഥാനമായിട്ടാണ് കർക്കിടകം വരുന്നത്. അതിൻ്റെയൊക്കെ ഉത്തരവാദി, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ചന്ദ്രനാണ്. അപ്പോൾ ചന്ദ്രന് നമ്മുടെ ജാതകത്തിൽ അല്ലെങ്കിൽ നമ്മളിൽ ഒരുപാട് സ്വാധീനം ഉണ്ടാകും. ഈ ചന്ദ്രനെ പറ്റി പറയുമ്പോൾ ആ വാക്ക് തന്നെ ശോഭ, പ്രകാശം എന്നൊക്കെയാണ് പറയുന്നത്. ചന്ദ്രൻ ആ പ്രകാശത്തിന് സൂര്യൻ്റെ പ്രകാശത്തിൽ നിന്നും വ്യത്യസ്തമാണ്. അത് നമ്മളെ ലാളിക്കുന്ന ഒരു തരം പ്രകാശമാണ്, നമുക്ക് സ്നേഹം തരുന്ന പ്രകാശമാണ്, നമുക്ക് പ്രത്യേകതരം ഒരു വികാരം ഉണ്ടാക്കി തരുന്ന പ്രകാശമാണ് ചന്ദ്രൻ. ചന്ദ്രന്റെ പ്രത്യേകതകളിൽ ഒന്നതാണ്. ഈ ചന്ദ്രൻ 3 ജന്മം എടുത്തിട്ടുണ്ട് എന്നാണ് നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നത്. ഇതൊക്കെ പറയുന്നതിനുള്ള കാരണം ചന്ദ്രന്റെ സ്വഭാവങ്ങൾ
നമ്മളിൽ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് ഈ കഥകളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 3 ജന്മങ്ങളാണ് ചന്ദ്രൻ ഉണ്ടായത് എന്നാണ് വിശ്വസിക്കുന്നത്. ഒന്ന്, ചന്ദ്രൻ ബ്രഹ്മാവിൻ്റെ, സൃഷ്ടികർത്താവിൻ്റെ മാനസപുത്രനായി ജനിക്കുന്നു എന്നാണ് ഒരു കഥ. മറ്റൊന്ന്, അത്രി മഹർഷിയുടെയും അനസൂയയുടെയും മകനായിട്ട് ഈ ചന്ദ്രൻ ജനിക്കുന്നു. ചന്ദ്രന്റെ കൂടെ തന്നെ മറ്റ് 2 പേർ കൂടെയുണ്ട്, ദുർവാസാവും ദത്താത്രേയനും. ഇത് 3 ത്രിമൂർത്തികളുടെ ഒരു ജന്മമാണ്. 3 ത്രിമൂർത്തികൾ, ഒന്ന് വിഷ്ണു ദത്താത്രേയനായും, ശിവൻ ദുർവാസാവായും, ചന്ദ്രൻ ബ്രഹ്മാവും ആയും ജനിക്കുന്നു എന്നാണ് കഥ. അപ്പോൾ ബ്രഹ്മാവിൻ്റെ രൂപത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു രൂപമാണ് ചന്ദ്രൻ നമുക്ക് ദർശിക്കാൻ കഴിയുക. ചന്ദ്രൻ അതിമനോഹരമായിട്ടുള്ള അതിസുന്ദരനായ ഒരു ഗ്രഹമാണ്. ആര് കണ്ടാലും മോഹിച്ചു പോകുന്ന ഒരു സവിശേഷത ആ രൂപത്തിനുണ്ട്. അത് ഒരു വിശ്വാസത്തിൽ പറയുന്നത് ചന്ദ്രന് മറ്റൊരു പേര് കൂടിയുണ്ട്, സോമൻ, സോമരസം. അത് ചന്ദ്രന്റെ ഒരു പ്രത്യേക പാനീയമാണ്. അത് ഒരു ചന്ദ്രൻ ഈ ഹെർബൽസ്, ഔഷധ ചെടികളുടെ ഒരു ഡയറ്റിയായിട്ട്, ഒരു ദൈവമായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ ആധികാരികത ചന്ദ്രനുണ്ട്. ഈ ചന്ദ്രൻ വിശിഷ്ടമായ സസ്യങ്ങൾ, ഔഷധ സസ്യങ്ങൾ ചേർത്ത് ഒരു പാനീയം ഉണ്ടാക്കുന്നു. അതാണ് സോമരസം. അത് കഴിക്കുന്നത് കൊണ്ടാണ് ചന്ദ്രന് അത്ര സൗന്ദര്യമുണ്ടാകുന്നത് എന്നൊരു വിശ്വാസമുണ്ട്. ഈ സൗന്ദര്യം കൊണ്ട് ചന്ദ്രന് ഗുണങ്ങളും ഒപ്പം തന്നെ കുറേയധികം പേരുദോഷങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അതാണ് ചന്ദ്രന്റെ ഒരു പ്രത്യേകത. മറ്റെല്ലാ കാര്യങ്ങളും ശരിയാണെങ്കിലും ഈ സെക്സ്വൽ ആയിട്ട് ചന്ദ്രൻ ഒരു പെർഫെക്ഷൻ ഇല്ലാത്ത ദൈവമാണ്. കാരണം ബൃഹസ്പതിയുടെ ഭാര്യ താരയെ ആക്ച്വലി ചന്ദ്രൻ അല്ല അതിന് കാരണം, താര തന്നെയാണ്. ഈ ചന്ദ്രന്റെ സൗന്ദര്യത്തിൽ വളരെയധികം ആകർഷിക്കപ്പെടുന്നു. താര ചന്ദ്രന്റെ അടുത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ പിന്നീട് താരയെ തിരിച്ച് ബൃഹസ്പതിക്ക് കൊടുക്കാൻ ചന്ദ്രൻ തയ്യാറായിരുന്നില്ല. അതിലൊരു സന്താനം കൂടി ഉണ്ടാകുന്നു. അതാണ് വളരെ ബുദ്ധിമാനായ ബുധൻ. ഈ താരയെ ചൊല്ലി ഒരു യുദ്ധം തന്നെ ദേവലോകത്ത് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയുന്നത് ചന്ദ്രന്റെ ഈ സെക്സ്വലായിട്ടുള്ള ചില സ്വഭാവ ദോഷങ്ങളാണ് ഈ പറയുന്നത്. അത് സൗന്ദര്യം കൊണ്ടുവരുന്നതാണ്. അതുപോലെ തന്നെ ദക്ഷപ്രജാപതിയുടെ 27 പെൺകുട്ടികളെ, രാജകുമാരികളെ, നക്ഷത്രങ്ങളെ ചന്ദ്രൻ കല്യാണം കഴിക്കുന്നു. ഒന്നിച്ചാണ് ആ കല്യാണം. അപ്പോൾ അവിടെ ദക്ഷൻ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ എല്ലാ മക്കളോടും തുല്യമായിട്ട് പെരുമാറണം, സ്നേഹം തുല്യമായിട്ട് വീതിച്ചു കൊടുക്കണം. പക്ഷെ ചന്ദ്രൻ അത് തെറ്റിക്കുന്നു. രോഹിണി നക്ഷത്രത്തോട് പ്രത്യേക വാത്സല്യം കാണിക്കുന്നു, സ്നേഹം കാണിക്കുന്നു, കൂടുതൽ സമയം രോഹിണിയുമായി ചെലവഴിക്കുന്നു. ഇതിൽ അസൂയയും വെറുപ്പും ഉണ്ടായ മറ്റ് 26 നക്ഷത്രങ്ങൾ ദക്ഷനോട് കംപ്ലൈൻറ്റ് പറയുന്നു. വാക്കുകൾ പാലിക്കാത്തത് കാരണം ദക്ഷൻ ചന്ദ്രനെ ശിക്ഷിക്കുന്നു. ഈ ഭൂമുഖത്തു നിന്ന് തന്നെ ഇല്ലാതാകുവാൻ ഉള്ള ഒരു ശാപമാണ് ദക്ഷൻ കൊടുക്കുന്നത്.
ഭയപ്പെട്ട് ദക്ഷൻ പരമശിവനെ സമീപിച്ച് പരമശിവനെ പ്രാർത്ഥിച്ച്, അതാണ് ആ വലിയൊരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണത്. ചന്ദ്രൻ പരമശിവനെ പ്രീതിപ്പെടുത്താൻ പ്രാർത്ഥന നടത്തിയ സ്ഥലമാണ് സോമനാഥ് ജ്യോതിർലിംഗ എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. അവിടെ പോയി അവിടെ ഇരുന്നാണത്, ഗുജറാത്തിലാണത്. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ശിവനെ തൃപ്തിപ്പെടുത്തി ശിവൻ ചന്ദ്രന്റെ ഒരു ഭാഗം തൻ്റെ നെറ്റിയിൽ ചേർത്തുകൊണ്ട് ചന്ദ്രൻ അനുഗ്രഹിക്കുന്നു. നീ ഈ ഭൂമുഖത്ത് നിന്ന് പോകാതെ നിനക്ക് ഇവിടെ തന്നെ ശാപത്തിൻ്റെ ചെറിയ ഒരു ഭാഗം അനുഭവിച്ചുകൊണ്ട് നീ ഇവിടെ നിലനിൽക്കും. അങ്ങനെ ചന്ദ്രൻ പൂർണ്ണചന്ദ്രനാകുന്നു, ചന്ദ്രൻ ഇല്ലാതാകുന്നു, വീണ്ടും വളരുന്നു. അങ്ങനെ ഒരു പ്രതിഭാസം ചന്ദ്രനുണ്ടാകുന്നു. അത് രക്ഷപ്പെടുത്തുന്നത് ചന്ദ്രശേഖരൻ ആയ മഹാശിവൻ തന്നെയാണ്. ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ശിവൻ ഒരുപാട് സഹായിക്കും. സ്നേഹം കൊടുക്കാൻ ശിവന് യാതൊരു വൈമനസ്യവും കാണിക്കുകയില്ല. മറ്റൊരു കഥ ചന്ദ്രന്റെ സ്വഭാവങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ചില വിനകൾ. ഗണപതി ഒരു വീഴ്ച വീഴുമ്പോൾ ആ ചന്ദ്രൻ അത് കാണുന്നുണ്ടായിരുന്നു. അമിതമായ ഭക്ഷണം കഴിച്ച് കുബേരന്റെ അടുത്തു നിന്നും വലിയൊരു സദ്യ കൊണ്ട് തിരിച്ചു വരുന്ന ഗണപതി പെട്ടെന്ന് ഒരു പാമ്പിനെയോ മറ്റോ കണ്ട് വീഴുന്നതാണ്. ഇത് ചന്ദ്രൻ കണ്ടു. ചന്ദ്രൻ അത് ഒരു വളരെ ശബ്ദത്തിൽ ചിരിച്ചു. അത് സഹതപിക്കുകയല്ല ചെയ്തത്, ചിരിക്കുകയാണ് ചെയ്തത്. അത് ഗണപതിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഗണപതി ആ ഒരു ശാപം കൊടുക്കുന്നു. അതാണ് ചന്ദ്രൻ ഇങ്ങനെ വെളുത്ത വാവും കറുത്ത വാവുമായി മാറിപ്പോകുന്നത് എന്നൊരു കഥയും ഉണ്ട്. എങ്ങനെയായാലും ചെറിയ സ്വഭാവ ദോഷങ്ങൾ കൊണ്ട് ഒരുപാട് അനുഭവിക്കേണ്ടി വന്ന ഒരു ഗ്രഹം കൂടിയാണ് ചന്ദ്രൻ. എന്നാലും ചന്ദ്രൻ നമുക്ക് ഒരുപാട് നമ്മളെ ജാതകത്തിൽ, നമ്മുടെ സ്വഭാവത്തിൽ എല്ലാം ഒരുപാട് സ്വാധീനിക്കുന്ന ഒരു പ്ലാനറ്റാണ്. നമ്മുടെ ഈ ഭൂമിയിൽ കാണുന്ന മുഴുവൻ സസ്യങ്ങളുടെയും, അതുപോലെ തന്നെ ഔഷധ സസ്യങ്ങൾ പ്രധാനമായും ചന്ദ്രന്റെ അധീനതയിലാണ്. ചന്ദ്രൻ അത് മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി, അതാണ് ചന്ദ്രൻ ദ ബെസ്റ്റ് ഹീലർ എന്ന ഒരു സവിശേഷത ചന്ദ്രനുണ്ട്. അതെല്ലാം സംരക്ഷിക്കുന്നത് ചന്ദ്രനാണ്. ഭൂമിയിലുള്ള ജലത്തിൻ്റെ ആധിപത്യം ചന്ദ്രനാണ്. നമ്മളിൽ ഓടുന്ന രക്തത്തിൻ്റെ ആധിപത്യം അത് ചന്ദ്രനാണ്. നമ്മുടെ സുഖങ്ങളുടെ, നമ്മുടെ സന്തോഷങ്ങളുടെ എല്ലാം ഉത്തരവാദി ചന്ദ്രനാണ്. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും ഇൻറ്റ്യൂഷൻ, അത് ചന്ദ്രൻ്റെ ഒരു പ്രത്യേകതയാണ്. ചന്ദ്രൻ ഒരു ജാതകത്തിൽ ബലവാനായിട്ടുണ്ടെങ്കിൽ, നല്ല സ്ഥാനത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ, അവന് എല്ലാ കാര്യങ്ങളും ദീർഘദൃഷ്ടിയോടെ കാണാനും അത് പ്രവചിക്കാനുമുള്ള കഴിവുണ്ടാകും. സംസാരത്തിൻ്റെ കാര്യത്തിലും വാചസ്പതി എന്നൊരു പേര് കൂടി ചന്ദ്രനുണ്ട്. നല്ല സംസാരത്തിൻ്റെ ആളാണ്. ഈ ലക്ഷ്മിയുടെ സഹോദരൻ എന്ന ഒരു കാരണം കൊണ്ട് തന്നെ ധനത്തിൻ്റെ കാര്യത്തിലും ചന്ദ്രൻ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ ഒരു ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും. അത് ആ ഒരു പ്രശ്നം ഒഴിച്ചാൽ ചന്ദ്രൻ നിൽക്കുന്ന രാശികളിലെല്ലാം വളരെ ഗുണങ്ങൾ ചെയ്യും. 4-ാം ഭാവത്തിലെ ചന്ദ്രൻ
ഒരു നല്ല കുടുംബ ജീവിതത്തിന് നമുക്ക് വാഗ്ദാനം ചെയ്യും. നമുക്ക് സുഖവും സന്തോഷവും തരും. കൃഷി ചന്ദ്രൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കാരണം ഈ സസ്യങ്ങൾ ചന്ദ്രൻ്റെ അധീനതയിൽ വരുന്നതല്ലേ. അതുകൊണ്ട് കൃഷിയിലും ചന്ദ്രൻ വളരെ നമുക്ക് ഉപകരിക്കുന്ന ഒരു ഗ്രഹമാണ്. സമുദ്രം, ജലം, ഇതൊക്കെ ചന്ദ്രൻ്റെ ഒരു ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മുത്ത്, ചന്ദ്രനെ നമ്മൾ ശക്തിപ്പെടുത്താൻ ചില ജ്യോത്സ്യന്മാർ മുത്ത് ധരിക്കാൻ പറയുന്നത് നമുക്ക് കാണാം. അത് സമുദ്രവുമായും വെള്ള നിറം ചന്ദ്രൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ചന്ദ്രൻ. അതുകൊണ്ട് വെള്ള നിറത്തിലുള്ള മുത്ത് ധരിക്കാൻ പറയുന്ന ചില ജ്യോതിഷികൾ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റൊന്ന്, ചന്ദ്രൻ ബിസിനസ്സിൻ്റെ ഒരു ഗ്രഹമാണ്. നല്ല ബിസിനസ്സുകാരും ചന്ദ്രനുണ്ട്. ചന്ദ്രൻ നന്നായിട്ട് വന്നാൽ അവർക്ക് ബിസിനസ് ഫീൽഡിൽ വളരെ ഉയർച്ച ഉണ്ടാകാൻ കഴിയും. അതുപോലെ തന്നെ ഹീലിംഗ് രംഗങ്ങൾ, മാനസികമായിട്ട് നമുക്ക് പ്രോത്സാഹനം തരുന്ന രംഗങ്ങൾ, കുട്ടികളെ പഠിപ്പിക്കുന്ന ബാലവാടികൾ, അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ, കുട്ടികളെ നേഴ്സിംഗ് ആൻഡ് നേർച്ചറിങ്, ഇത് രണ്ടിനും ചന്ദ്രൻ വളരെ നല്ലതാണ്. ചന്ദ്രൻ്റെ ശക്തി ഉണ്ടെങ്കിൽ, ബലമുണ്ടെങ്കിൽ, സപ്പോർട്ടുണ്ടെങ്കിൽ ഈ ഇത്തരം ഫീൽഡുകളിൽ നന്നായിട്ട് ശോഭിക്കാൻ പറ്റും. സമുദ്രോൽപ്പന്നങ്ങൾ, അതിൻ്റെ ട്രേഡിങ്, എക്സ്പോർട്ടിങ്, ഇതൊക്കെ ഈ ചന്ദ്രൻ ബലവാനായിട്ട് കർമ്മസ്ഥാനത്തൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കത് സക്സസ്ഫുള്ളി ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാകും. അങ്ങനെ മനസ്സിൻ്റെ കാരകത്വവും മനസ്സിനെ പൂർണ്ണമായും നമുക്ക് നിയന്ത്രിക്കാൻ നമ്മൾ സഹായിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ചന്ദ്രൻ. കൂടുതലായിട്ട് ചന്ദ്രനെ പറ്റി പറയണമെന്നില്ല, നിങ്ങൾക്കറിയാവുന്ന കേസുകളാണിതൊക്കെ. ചന്ദ്രൻ്റെ ഈ ജലവുമായിട്ടുള്ള ബന്ധം കൊണ്ട് അത്തരം ചില അസുഖങ്ങൾ, ജലദോഷം, തലവേദന, പനി, അതുപോലെ തന്നെ രക്തദോഷങ്ങൾ, രക്തസംബന്ധമായ അസുഖങ്ങൾ, ഇതൊക്കെയാണ് ചന്ദ്രൻ മോശ സ്ഥാനങ്ങളിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങൾ. എങ്ങനെയായാലും ചന്ദ്രൻ വളരെ പ്രധാനപ്പെട്ട് മനുഷ്യരാശിക്ക് വളരെ ഉപകരിക്കുന്ന ഒരു ഗ്രഹം തന്നെയാണ്. അത് രാജ്ഞിയാണത്. നമ്മുടെ മനസ്സിന് ചന്ദ്രനെ കൊണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ, ചന്ദ്രനെ നമ്മൾ പ്ലീസ് ചെയ്യിച്ചാൽ നമ്മുടെ മനസ്സിന് ശക്തി ഉണ്ടാകും, നമുക്ക് ബുദ്ധി ഉണ്ടാകും, നമുക്ക് പല രംഗങ്ങളിലും സജീവമായി പ്രവർത്തിച്ച് വിജയം ഉണ്ടാകും. അല്ലാതെ ഈ സെക്സ്വലായിട്ടുള്ള കാര്യങ്ങൾ അത് ഒരു വളരെ ചിന്തിച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കണം. അങ്ങനെയുള്ള ദുഷ്പേരുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ നമ്മൾ മുൻകൂട്ടി കണ്ട് അതിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തണം. ബാക്കിയെല്ലാം ഒക്കെയാണ്. നല്ല ശരീരപ്രകൃതി ഉണ്ടാകും, ചന്ദ്രൻ നല്ല സ്ഥാനത്താണെങ്കിൽ നല്ല സൗന്ദര്യമുണ്ടാകും, ഇങ്ങനെ ബുദ്ധി ഉണ്ടാകും, എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും ചന്ദ്രനിൽ കൂടി നമുക്ക് ലഭിക്കും. ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. ഇനി അടുത്തത് മറ്റൊരു ഗ്രഹത്തെ പറ്റി സംസാരിക്കാം. തൽക്കാലം